സാറിന് അപ്പോൾ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ആ സമയത്തുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനൊരു ബിസിനസ്സുകാരനല്ല. ഞാനൊരു സാധാരണ ഒരു കർഷകന്റെ മകനാണ്. അതിനുശേഷം ഈ കുറച്ച് പൊതുപ്രവർത്തനവും കാര്യവും ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബേസിക് ഉള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ചൊരു ബിസിനസ്സിൽ പയറ്റാമെന്ന ഇതിലാണ്. പിന്നെ ഇതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് നല്ലൊരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്, സത്യസന്ധമായി ചെയ്യണം. ഒരുപാട് പേര് ഇതിൽ വഞ്ചിക്കപ്പെടുന്നു. അന്നത്തെ കാലത്ത് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് നന്നായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേരുടെ കയ്യിൽ പണം പോകുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പല ഏജൻസികളും തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകളും സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ ആൾക്കാർക്ക് സത്യസന്ധമായി വിശ്വസിച്ച് പോകാൻ പറ്റുന്ന സ്ഥാപനം ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിരലിൽ എണ്ണാവുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 100, 200, 500 സ്റ്റഡി അബ്രോഡ് ഫേംസ് ആയിട്ട് വളർന്നു കഴിഞ്ഞു. എന്തായിരിക്കും ഇത്രമാത്രം സ്റ്റഡി അബ്രോഡ് ഫേമുകൾ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? കേരളത്തിൻ്റെ ട്രെൻഡാണ്. നമ്മൾ നോക്കിയാൽ മതി. കേരളത്തിൽ എന്ത് കാര്യമായാലും ഒരു കാര്യം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിന് പുറകെ ആൾക്കാർ ഒരുപാടുണ്ടാകും. ഒരു കാലത്ത് റബ്ബർ കൃഷിക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ റബ്ബർ കൃഷി സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ റബ്ബർ കൃഷി. ഒരു കാലത്ത് വാനില കൃഷിക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാനില കൃഷി മുഴുവൻ ചെയ്തു. പിന്നീട് അതെല്ലാവരും അത് ഒഴിവാക്കിപ്പോയി. ഒരിക്കൽ കൊക്കോ കൃഷി ഇതേപോലെ ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്.